നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ വളരെ ബിസി ലൈഫാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിനൊക്കെ ഒരു കറി കിട്ടിയാൽ, അല്ലെങ്കിൽ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാതെ ഒരു പൊടി കിട്ടിയാൽ നമുക്ക് ഒത്തിരി സൗകര്യമുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു പരിപ്പ് പൊടി, വെളുത്തുള്ളി പരിപ്പ് പൊടിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്നാൽ നല്ല ന്യൂട്രീഷ്യസുമാണ്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. നമുക്ക് 1/4 കിലോ വെളുത്തുള്ളി വേണം. ഇത് തൊലി കളയണം എന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് ചതച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നല്ലെണ്ണ വേണം, അത് പാകത്തിന് ഈ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുളക് പൊടി വേണം നമുക്ക്, അത് 125 ഗ്രാം, കായപ്പൊടി 50 ഗ്രാം, അതുപോലെ ഉപ്പ് പാകത്തിന്. പിന്നെ നമ്മൾ പൊട്ടുകടല എടുത്തു വെച്ചിട്ടുണ്ട്. പൊട്ടുകടല നമുക്ക് വേണ്ടത് 1.5 കിലോ പൊട്ടുകടലയാണ്. ഇത് ചുമ്മാ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്, അതായത് എണ്ണയൊന്നും ചേർക്കാതെ ചുമ്മാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂത്ത മണം വരുന്നിടം വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത് 1.5 കിലോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ഒന്ന് തീ കത്തിച്ച് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നമുക്കൊന്ന് നല്ലതായിട്ട് ചുമക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6 മാസമൊക്കെ ഇത് കേടാകാതെ ഇരിക്കും. നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെ, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെളുത്തുള്ളി മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ചുമക്കെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടുകടല നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇനി അത്ര ഫൈനായിട്ട് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ഞാൻ പറഞ്ഞു 125 ഗ്രാം മുളക് പൊടി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടിയും നമുക്ക് ചേർക്കാം. ഇത് 50 ഗ്രാം കായപ്പൊടിയാണ്, ഇതും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ബാക്കി പൊട്ടുകടല നമ്മൾ പൊടിച്ചതിൻ്റെ കൂടെയും കൂടി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ തീ നിർത്തുക. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബോളിലേക്ക് മാറ്റണം. വെളുത്തുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുകയും കരിയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ കോരണം, പക്ഷെ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ഈ പൊട്ടുകടല പൊടിച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്തതാണ്. അതും ഈ ബാക്കി പൊട്ടുകടല പൊടിച്ചതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊട്ടുകടല പൊടിച്ചതും അതുപോലെ മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തത് കുറച്ച് മിക്സിയുടെ ബൗളിൽ മിച്ചമുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി വറുത്തതും ചേർത്ത് നമുക്കൊന്നുകൂടി പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ടോ അല്ലെങ്കിൽ സിപ്ലോ കവറിലാക്കിയിട്ടോ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. കുറച്ച് വീതം കുപ്പിയിലാക്കി പുറത്ത് വെച്ച് അങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. തീരുന്നതനുസരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഏകദേശം 6 മാസമൊക്കെ ഇത് കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ വെളുത്തുള്ളി പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, ആകെ 4-5 ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആണ്. ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പം മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മുളക് പൊടി വേണ്ടാന്ന് വെച്ചിട്ട് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും ചേർത്ത് ഈ പരിപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൊടിദോശ തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഉണ്ട്. ഇത് നമുക്ക് കുറേ നാൾ, ഒരു 6 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജോലിയൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.